പാട്ട് 11 പേട് പൗതെ ഔർ ഹം, മരവും ചെടികളും പിന്നെ നമ്മളും. ഹം സിഖേങ്കെ, നമ്മൾ പഠിക്കണം. പര്യാവരൺ കെ പ്രതി ജാഗരൂകത, നമ്മുടെ പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ നല്ല അലേർട്ടായിട്ട് ഇരിക്കണം. പ്രകൃതി രക്ഷൺ, പ്രകൃതിയെ രക്ഷിക്കേണ്ട കടമ നമ്മുടേതാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ദൂസരേക്ക് ഭാവനാവുമുക്കോ രക്ഷ, മറ്റുള്ളവരുടെ സങ്കല്പത്തെ നമ്മൾ സംരക്ഷിക്കണം. സഹജ് ബുദ്ധി, സഹജമായ ബുദ്ധി, സാധാരണ ബുദ്ധി നമ്മൾ ഉണ്ടാവണം. പ്രകൃതി ചക്രം, പ്രേരണ, ഇവ നമ്മളിൽ ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഈ കാര്യങ്ങളൊക്കെ പ്രതി നമുക്ക് പ്രേരണ ഉണ്ടാവണം. അപ്പോൾ പാഠം ഞാൻ തുടങ്ങാൻ പോകണം കേട്ടോ, ശ്രദ്ധിക്കുക. ഈ കാര്യങ്ങളൊക്കെ പാഠം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. അമ്മ, അമ്മ എന്ന് പറഞ്ഞാൽ മദർ. ലക്ഷ്മി, തും ക്യാ കർ രഹി ഹോ, നിങ്ങൾ എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മമാർ നിങ്ങളോട് ചോദിക്കും, നിങ്ങളുടെ പേര് വിളിച്ചിട്ട് പറയും, നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ? തും ക്യാ കർ രഹി ഹോ, നീ എന്ത് ചെയ്യുക അവിടെ? പേടിക്ക് ഡാലിക്കോ ഹിലാ ഹിലാക്കർ പരേശാൻ കർ ദിയ, മരത്തിൻ്റെ കൊമ്പുകളിൽ പിടിച്ച് കുലുക്കി 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 ആ മരത്തിനെ നീ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുവാണല്ലോ. ലക്ഷ്മി, അമ്മ കോൻ പരേശാൻ ഹുവാ, അമ്മ ആരെ പരേശാനായ, ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്? ആപ്പ് യാ പേട്, അമ്മയ്ക്കാണോ മരത്തിനാണോ ബുദ്ധിമുട്ടുണ്ടായത്? ചോദിക്കുക. ലക്ഷ്മിക്ക് മനസ്സിലായില്ല. മരത്തിൻ്റെ കൊമ്പയെ പിടിച്ച് കുലുക്കി കുലുക്കി നീ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണോ വിഷമിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ചോദിക്കുക, ആർക്കാണ് അമ്മയെ പരിശാനം ഉണ്ടായത്? ആർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത്, അമ്മയ്ക്കാണോ അതോ മരത്തിനാണോ എന്ന്. അമ്മ, ദോനോ, മരത്തിനുണ്ടായി എനിക്കും ഉണ്ടായി, 2 പേർക്ക്. ലക്ഷ്മി, പേട് പൗധേ ഭി ഹമാരെ തരഹ സോത്തെ ജാത്തെ ഹേ. ലക്ഷ്മി, ഈ അറിവ് ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു. എന്താണ്? മരങ്ങളും നമ്മളെ പോലെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നുണ്ട്. മൈ ഭി നിരാശ ഹുയി കി മേരി ബേട്ടി ഗലത് കാം കർ രഹി ഹെ, എനിക്കും വളരെ നിരാശയുണ്ടായി. കാരണം എൻ്റെ മകള് ഗലത്, വേണ്ടാത്ത ജോലി ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് നിരാശ തോന്നി. അമ്മ പറയുക, എല്ലാ അച്ഛനും അമ്മമാർക്കും നിരാശ തോന്നും. എല്ലാ അച്ഛനമ്മമാർക്കും നിരാശ ഉണ്ടാകും. തൻ്റെ മക്കൾ നല്ല കാര്യമല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് നിരാശ അനുഭവപ്പെടാം. നിങ്ങൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ, പഠിത്തം നിങ്ങൾ ഉഴപ്പിക്കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് തോന്നും? നിരാശ തോന്നും. പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ, താറതാര പറഞ്ഞിട്ട് പോയാൽ എപ്പോൾ തോന്നും? അച്ഛനും അമ്മയ്ക്കും നിരാശ തോന്നും. അവരെ നിരാശപ്പെടുത്തരുത്. അവരുടെ ആഗ്രഹം അനുസരിച്ച് നിങ്ങൾ നന്നായി പഠിക്കുകയും നല്ല ബിഹേവിയർ, അവർ പറയുന്നതനുസരിച്ച് പെരുമാറുകയും നിങ്ങൾ ചെയ്യണം. അപ്പം അമ്മ എന്ത് പറഞ്ഞു? എനിക്കും മരത്തിനും നിരാശ തോന്നി, എനിക്ക് വളരെ നിരാശ തോന്നി. കാരണം എൻ്റെ കുട്ടി തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് നിരാശ തോന്നി. ലക്ഷ്മി, അച്ഛ അമ്മ, ഫിർ തോ യേ പേട് പൗധേ സാസ് ഭി ലേത്തെ ഹോംഗെ. അപ്പോൾ അമ്മ പറഞ്ഞല്ലോ മരത്തിന് ബുദ്ധിമുട്ടുണ്ടായി, ഞാൻ ഈ മരം കുലുക്കിയപ്പോൾ മരത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അമ്മ പറഞ്ഞല്ലോ. അപ്പം അമ്മേ, ഈ മരവും നമ്മളെപ്പോലെ ശ്വസിക്കുന്നുണ്ടാകുമല്ലോ, ശ്വാസം എടുക്കുന്നുണ്ടാകുമല്ലോ. ഖാന ഖാത്തേ ഹോംഗെ, ഭക്ഷണവും കഴിക്കുന്നുണ്ടായിരിക്കുമല്ലോ. പാനി പീത്തേ ഹോംഗെ, വെള്ളവും കുടിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ലക്ഷ്മി അമ്മയോട് ചോദിക്കുക, അമ്മ ഈ മരത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞു, നമ്മളെപ്പോലെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നുണ്ട് എന്ന് അമ്മ പറഞ്ഞു. ഒക്കെ ഞാൻ സമ്മതിച്ചു. അപ്പം നമ്മളെപ്പോലെ അത് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരിക്കുമല്ലോ, വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കുമല്ലോ, പിന്നെ ശ്വാസം എടുക്കുന്നുണ്ടായിരിക്കുമല്ലോ. ലക്ഷ്മി ചോദിക്കുക. സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന സംശയം തന്നെയാണത്. ഓക്കെ. അമ്മ, ഹാം, ഉറപ്പായിട്ടും, ബിൽക്കുൽ, തീർച്ചയായിട്ടും. ക്യോം ലക്ഷ്മി, എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് ഇല്ല ലക്ഷ്മി? ലക്ഷ്മി, എന്തുകൊണ്ടില്ല? തീർച്ചയായിട്ടും ഉണ്ട്. മരവും നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ശ്വാസം എടുക്കുന്നുണ്ട്. തും ഐസാ ക്യോം സോച്ച് രഹി ഹോ, തും ഖുദ് പൗധോं को सुबह शाम पानी पिलाते हो.
നീ എന്തുകൊണ്ട് അങ്ങനെ ഓർക്കുന്നേ? വെള്ളം കുടിക്കുന്നില്ല, മരം വെള്ളം കുടിക്കുന്നില്ലെന്ന് ഓർക്കാൻ കാരണമാണ്. കാരണം നീ രാവിലെയും വൈകുന്നേരവും ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നില്ലേ? ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ വെള്ളം ഒഴിക്കുന്നേ? ഇസ്മേ ഭി ജീവിത ഹോത്താഹെ, മരങ്ങളിലും ജീവനുണ്ട്, മരങ്ങൾക്കും ജീവൻ ഉണ്ട്. അപ്പം അമ്മയും ലക്ഷ്മി ഇത്ര പറഞ്ഞു കേട്ടപ്പോഴേക്കും അപ്പായും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പ പറഞ്ഞു, ലക്ഷ്മി പാഗലെ ലോക ഏക സംസിദ്ധതയ്ക്ക് പൗതെ ജീവിത ഹോത്തേ, നിർജീവ കേട്ടോ, നിർജീവാണ്. ലക്ഷ്മി നേരത്തെയുള്ള ആളുകൾ ഇങ്ങനെ ഓർത്തിരുന്നു, മനസ്സിലാക്കിയിരുന്നു. എന്താണ് മനസ്സിലാക്കിയിരുന്നത്? ഈ ചെടികൾ ഒരു ജീവനുള്ള വസ്തുവല്ല എന്ന്, നിർജീവമാണ്, നീ ജീവനമില്ലാത്തതാണെന്ന് പണ്ടുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നു. ബാദമേ വൈജ്ഞാനിക പ്രയോഗം സെ, ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ, ബാദമേ എന്ന് പറഞ്ഞാൽ പിന്നീട്, ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ, വൈജ്ഞാനിക പ്രയോഗവും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലൂടെ സിദ്ധ ഹുവ कि पौधे पे जीवित होता है, അങ്ങനെ ഉറപ്പാക്കി. എന്തുകൊണ്ടാണ്? ചെടികളും ജീവനുള്ള വസ്തുക്കളാണ് എന്ന് തെളിയിച്ചു. ശാസ്ത്രീയമായ പരീക്ഷണങ്ങളോടെ ചെടികളിലും ജീവനുണ്ട് എന്ന സത്യം തെളിയിച്ചു. सिद्ध हुआ कि पौधे में भी जीवन होता है. अम्मा देखो तुम जो सुबह फूल तोड़ा था, अम्मा പറയാ, നീ രാവിലെ പൂ പറിച്ചില്ലേ? വഹു മൂർജ ഗയ, നീ രാവിലെ പോയി ഒരു ചെടിയുടെ പൂ പറിച്ചില്ലേ? നോക്കിക്കേ, ആ പൂവ് ഇങ്ങനെ പാടിക്കരിഞ്ഞു പോയിരിക്കുന്നു. ഡാലിസെ അലഹോക്കർ ഉസ്സെ ഭോജൻ നഹി മില, ശിഖരത്തിൽ നിന്നും അതിൻ്റെ ബ്രാഞ്ചസിൽ നിന്നും അത് വേർപെട്ട് പോയപ്പോൾ അതിന് ഭക്ഷണം കിട്ടാതായി. ബച്ചാര നിർജീവസ ഹോഗയ, പാവം നിർജീവമായി തീർന്നു. പാവം ചെടി. ലക്ഷ്മി, ഓ ആകെ സെമേ ഫൂൽ നഹി തൊടുകി, ഒക്കെ അമ്മേ ഇതിനൊക്കെ ആയിരുന്നു, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ചെടികളിൽ നിന്ന് പൂക്കൾ പറിക്കില്ല. പറമ്മ, പൗധെ കൈസേ ലേത്തെ ഹെ, പൗധെ സാസ് കൈസേ ലേത്തെ ഹെ. എന്നാലും അമ്മ ഒന്ന് പറയാമോ, ഈ ചെടികൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നത്? അമ്മ പറഞ്ഞല്ലോ ചെടികൾ ശ്വാസം എടുക്കുന്നുണ്ടെന്ന് അമ്മ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ ചെടികൾ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നതെന്ന് പറഞ്ഞ് തരാമോ അമ്മ? പത്തോമേ ചോട്ടെ ഛേദ് ഹോത്താ ഹെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇലകളിൽ ചെറിയ ഛേദ സുഷിരം, കൊച്ചു സുഷിരം, സ്റ്റൊമാറ്റ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുഞ്ഞു സുഷിരങ്ങൾ ഉണ്ട്. ഉൻസെ ഹി പൗധെ സാസ് ലെത്തെ ഹെ, അതിലൂടെയാണ് ചെടികൾ ശ്വസിക്കുന്നത്. തും കോയി പൗധ കാഞ്ച് കെ ജാർ മേ ബന്ദ് കർ ദോ, നീ ഏതെങ്കിലും ഒരു ചെടിയെടുത്ത് കാഞ്ചൊക്കെ ഗ്ലാസിൻ്റെ, കാഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്ലാസ്സാണ്, ഗ്ലാസ് കുപ്പിയിൽ അടച്ചു വയ്ക്കൂ. ദേഖന ബഹുത് ശീഘ്ര ഹി മൂർജ ജായക, നോക്കൂ അത് വളരെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കരിഞ്ഞ് പോകും. ഒരു ഗ്ലാസ് ജാറിൽ നീ ഒരു ചെടി എടുത്ത് അടച്ചു വെക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ എന്താവും? പാടിപ്പോകും. മൂർജ ജായക, മൂർജ. അപ്പം पत्ते ही सूर्य की गर्मी में हवा से कार्बन डाइऑक्साइड लेकर पर्णरहित ही सहायता से पौधों के लिए भोजन बनाते हैं. അപ്പോൾ പറയാണ്, പത്തെ ഹി സൂര്യക്ക് ഗർമീസെ, ഇലകൾ സൂര്യപ്രകാശത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് പർണഹരിത് കി സഹായത സെ, പർണഹരിത് എന്ന് പറയുന്ന ക്ലോറോഫിലാണ്, ഹരിത ക്ലോറോഫിലിൻ്റെ സഹായത്തോടെ പൗധെ കെ ലിയെ ഭോജൻ ബനാത്തെ ഹി, ഇലകൾ पत्ते ही सूर्य की गर्मी में हवा से कार्बन डाइऑक्साइड लेकर पर्णहरित की सहायता से पौधे के लिए भोजन बनाते हैं. ഇലകൾ സൂര്യപ്രകാശത്തിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച്
പർണഹരിതയ്ക്ക് സഹായദാസെ ക്ലോറോഫിൽ അല്ലേ, ഹരിതകത്തിൻ്റെ സഹായത്തോടെ, ഹരിതകം എന്ന് പറയുന്ന ഒരു ചെടിയിലുള്ള പച്ച കളറിനെയാണ് ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഹിന്ദിയിൽ അതിന് എന്നാ പറഞ്ഞേ, പർണഹരിത. ഹിന്ദിയിൽ പറയുന്ന പേരിനാണ് പർണഹരിതയ്ക്ക് സഹായദാസെ, ഹരിതകത്തിൻ്റെ സഹായത്തോടെ, ക്ലോറോഫില്ലിൻ്റെ സഹായത്തോടെ പൗധയ്ക്ക് ഭോജനം ബനാത്തെ, ഇലകൾക്ക് വേണ്ടി ചെടികൾക്ക് വേണ്ടി ഭോജനം നിർമ്മിക്കുന്നു. ലക്ഷ്മി पर अपन कार्बन डाइऑक्साइड तो दूषित हवा है ना. पर अपन എന്നാലും നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചാൽ ഏതൊരു വ്യക്തി മരിച്ചു പോകും. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വായുവിൽ അധികമായ ജീവജാലങ്ങൾ മരിച്ചു പോകും. അതപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് लेते हैं तो हमारे कार्बन डाइऑक्साइड दूषित हवा होता है. दूषित हवा വിഷം നിറഞ്ഞ ഹാംഫുൾ എയർ ആണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്. ദൂഷിത ഹവ ഹേന, അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് മോശമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വായുവിൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായാൽ മനുഷ്യ ജീവിതങ്ങളും മറ്റ് ആനിമൽസ് എല്ലാം മരിച്ചു പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ദൂഷിത ഹവ എന്ന് പറഞ്ഞാൽ ഹാംഫുൾ എയർ ആണല്ലോ ഹേന അല്ലേ. അപ്പം असल में पौधे हवा से कार्बन डाइऑक्साइड लेता है. असल में തീർച്ചയായും ചെടികൾ വായുവിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. ഉസ്സെ ഹമാരെ ലിയെ ശുദ്ധ കർത്തെ ഹെ, എന്നിട്ട് നമുക്ക് വേണ്ടി ഈ വായുവിനെ ചെടികൾ ശുദ്ധമാക്കുന്നു. ആലോചിച്ച് നോക്കി, വളരെ വലിയൊരു ഒരു ചക്രമാണത്. ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ വായുവിൽ നിന്നും വലിച്ചെടുക്കും. അവ ആ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ട് പല ഗ്യാസസ് നിറഞ്ഞ മിശ്രിതമാണ് എയർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എയർ പലതരത്തിലുള്ള ഗ്യാസസ് നിറഞ്ഞ അതാണ്, ഗ്യാസസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ശ്വാസം എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പുറത്തേക്ക് വിടുന്നുണ്ട്, എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയറിനെ നമ്മൾ അകത്തേക്ക് വലിച്ചെടുക്കുക. എയറിനെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. എയറിനെ വലിച്ചതിന് ശേഷം നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ലങ്സിലേക്ക് ഇത് പോകും. ലങ്സ് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ഒരു മിശ്രിതമാണ് എയർ. അപ്പം ഓക്സിജനെ എടുത്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ പുറത്തേക്ക് തള്ളും. അപ്പോൾ ചെടികൾ എന്നാ ചെയ്യും? ചെടികൾ എയറിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തതിന് ശേഷം ഓക്സിജൻ പുറത്തേക്ക് തള്ളും. അപ്പം ഇതുകൊണ്ടാണ് ഒരു സമനില, ഒരു സന്തുലിതാവസ്ഥ നിന്നും ഭൂമിയിൽ നിലനിൽക്കാനുള്ള കാരണം. മനസ്സിലായോ? ചെടികൾ എയർ വലിച്ചെടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. മനുഷ്യരും മറ്റ് ആനിമൽസും എന്തു ചെയ്യും? ഓക്സിജൻ മൊത്തം എയർ വലിച്ചതിന് ശേഷം ഓക്സിജൻ എടുത്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. അപ്പം മനുഷ്യൻ കാർബൺ ഡൈ ഓക്സൈഡിനെ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ചെടികൾ നമുക്ക് ശുദ്ധമായ എയർ തരുന്നു, ഓക്സിജൻ തരുന്നു. മനസ്സിലായോ? അപ്പോൾ ഓക്സിജൻ തരുന്നു. ഈ ഓക്സിജൻ ശുദ്ധമാക്കി തരുന്ന മുഖ്യ ഘടകം പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് വീടിന് ചുറ്റും പ്ലാന്റ്സ്, മരങ്ങളും ചെടികളും നടണമെന്ന് പറയുന്നത്. മനസ്സിലായോ? വീടിന് ചുറ്റും മരങ്ങളും ചെടികളും നടണം. കാരണം അവിടെ നമ്മുടെ വീട് എപ്പോഴും ശുദ്ധമായിരിക്കും. നമ്മുടെ വീടിന് ചുറ്റുമുള്ള വായു എപ്പോഴും ശുദ്ധമായിരിക്കാൻ നമുക്ക് എന്താവശ്യമാണ്? ചെടികൾ ആവശ്യമാണ്. മനസ്സിലായോ? അപ്പോൾ ചെടികൾ ആവശ്യമാണ്. നമ്മുടെ ഓക്സിജനുള്ള ഈ ഹാംഫുൾ എയറാണ് നമുക്ക് വേണ്ടിയിട്ടത്. പക്ഷേ അത് പ്ലാന്റ്സിന് അത്യാവശ്യമാണ്. ഇപ്പോൾ പ്ലാന്റ്സ് അതെടുത്തിട്ട് ഓക്സിജൻ, നമുക്ക് ആവശ്യമുള്ള ഓക്സിജൻ നമുക്ക് അത് നമുക്ക് തരുന്നു. അങ്ങനെ എയർ എപ്പോഴും ശുദ്ധമായിരിക്കുന്നു. കാരണം
ഈ ചെടികൾ കാരണമാണ് എയർ ശുദ്ധമായി ഇരിക്കുന്നത്. എങ്ങനെയായാലും ടൗൺ ഏരിയയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് നാട്ടിൻപുറങ്ങൾ തന്നെയാണ്, സംശയമില്ല. കാരണം നാട്ടിൻപുറങ്ങളിൽ നല്ല മരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ടൗൺ ഏരിയാസിൽ മരങ്ങൾ കുറവാണ്. അതുകൊണ്ട് എയർ എപ്പോഴും മാലിന്യപ്പെട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഈ ചെടികളും മനുഷ്യരും അല്ലെങ്കിൽ ആനിമൽ ലൈഫും പ്ലാന്റ്സ് ലൈഫും പരസ്പര പൂരകങ്ങളാണ്. ഒന്നില്ലാതെ ഒന്നിന്, നമ്മളില്ലാതെ ചെടികൾക്ക് ജീവിക്കാനൊക്കെ പറ്റും. പക്ഷേ ചെടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ചെടികളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളില്ലെങ്കിലും ചെടികൾക്ക് ജീവിക്കാം. അതിന് പ്രശ്നമാണ്. മനുഷ്യന് വേണമെന്ന് ചെടികൾക്ക് നിർബന്ധമില്ല അതുങ്ങൾക്ക് ജീവിക്കാൻ. പക്ഷേ നമുക്ക് ജീവിക്കാൻ മരങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് മരങ്ങളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കുട്ടികളായ നിങ്ങൾ മരങ്ങളൊക്കെ, കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ നടാനും അത് പിന്നെ വളർത്തിയെടുക്കാനൊക്കെ പരിശ്രമിക്കുന്നത് നല്ല സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെടികളും മരങ്ങളും നിങ്ങളുടെ വീടിന് ചുറ്റും വളർത്താൻ വേണ്ടി പ്രയോഗിക്കുക. ഇപ്പം ചിലർക്ക് ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്, ലോക്ക്ഡൗൺ അല്ല, സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ കുറച്ച് കാലം കൂടെ ഉണ്ട് അല്ലേ എന്തായാലും. അപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ നിങ്ങൾക്ക് നടാം. നിങ്ങളുടെ വീടിന് ചുറ്റും സ്ഥലങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടാൻ അമ്മയോടോ അച്ഛനോടൊക്കെ ചോദിച്ചിട്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നട്ട് വളർത്താൻ വേണ്ടി പരിശ്രമിക്കും. പിന്നെ തുളസി ചെടി അവനവൻ്റെ വീടിനടുത്തുള്ളത് വളരെ നല്ലതാണ്. അവനവൻ്റെ വീടിനടുത്ത് തുളസി ചെടി നടുകയാണ് എങ്കിൽ തുളസിക്കൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. തുളസി ചെടി രാത്രിയിൽ പോലും ഉറങ്ങില്ല. ബാക്കി എല്ലാ മരങ്ങളും തൻ്റെ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചിട്ട് സന്ധ്യയായി കഴിഞ്ഞാൽ തട്ടോ അവർ ഉറങ്ങാനായിട്ട് തുടങ്ങും. പക്ഷേ തുളസി ചെടി മാത്രം രാത്രി മുഴുവനും ഉറങ്ങാതിരിക്കും. അതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുമെന്നാണ് പറയുന്നത് തുളസിയിൽ. മനസ്സിലായോ? അപ്പോൾ രാത്രിയിലും പ്രവർത്തന നിരതമായിരിക്കുന്ന ചെടിയാണ് ആര്? തുളസി ചെടി. തുളസി ചെടി ഉണ്ടെങ്കിൽ രാത്രിയിൽ പോലും നമ്മുടെ വീടിന് ചുറ്റുമുള്ള എയർ ശുദ്ധമായിരിക്കും എന്നാണ് പറയുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക റിലീജിയൻ്റെ മരമൊന്നുമല്ല തുളസി വലിയ ഒരു ഔഷധമായ സസ്യമാണ്. എല്ലാവരുടെയും വീട്ടിൽ നട്ടുപിടിപ്പിക്കേണ്ട വലിയ ഒരു സസ്യമാണ്. പണ്ടൊക്കെയുള്ള നമ്മുടെ കാരണന്മാർ വീടിന് ചുറ്റും അല്ലേ, വീടിന് മുൻപിൽ ഒരു തറ ഉണ്ടാക്കി അതിൽ തുളസി നട്ടുപിടിപ്പിച്ച് പരിപാലിച്ച് വളരെ എല്ലാ ദിവസവും വെള്ളമൊക്കെ കഴിച്ച് തുളസി തളയത്ത് അങ്ങ് കണ്ടിട്ടുണ്ട് അല്ലേ. അത് ഹിന്ദു മതാചാര പ്രകാരത്തിൽ അതുണ്ട്. പണ്ടൊക്കെ നമ്മുടെ കാരണന്മാർ ചെയ്തിരുന്നതാണ്. അപ്പോൾ പണ്ട് അങ്ങനെ പ്രത്യേക റിലീജിയൊന്നും എല്ലാവരും ഒരുപോലെ ആയിരുന്നില്ലേ. ആ ഒരു കാലത്ത് ഏത് കാലത്താണ് എങ്കിൽ പോലും അതിനൊക്കെ പ്രത്യേക ചിന്താഗതിയുടെ പ്രത്യേക കാരണങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ നട്ടുപിടിപ്പിക്കാനുള്ള കാരണം, ഒരു തുളസിച്ചെടി ഒരു വീടിൻ്റെ മുറ്റത്തുണ്ടായെങ്കിൽ ആ വീട് വായു ശുദ്ധമായിരിക്കും. നമ്മുടെ പണ്ടുള്ള പൂർവികരായിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതാണ് അവർ തുളസിച്ചെടി നട്ട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുളസിച്ചെടി വളരെ മഹത്തായ ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ്. വീടിന് ചുറ്റും നട്ടു വളർത്തുക. വായുവിനെ അത് എപ്പോഴും ശുദ്ധമാക്കി സൂക്ഷിക്കും, ഈവൻ നൈറ്റിൽ പോലും. अब हम असल में पौधे हवा से कार्बन डाइऑक्साइड लेते हैं. ശരിക്കും പറയുവാണെങ്കിൽ പൗധ എന്ന് പറഞ്ഞ ചെടികൾ ഹവാസെ എയറിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ലെത്തെ ഹെ, കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു. ഉസെ ഹമാരെ ലിയെ ശുദ്ധ കർത്തെ ഹെ, ഈ എയറിനെ നമുക്ക് വേണ്ടി ശുദ്ധമാക്കി തരുന്നു. ലക്ഷ്മി जानती हो पत्तों द्वारा बनाया गया भोजन को नीचे जड़ों तक पहुंचाने का काम करती है शाखाएं और तना. ചെടികൾ എന്ത് ചെയ്യുന്നേ? ശരിക്കും വായുവിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് എടുത്ത് അവ ശുദ്ധമാക്കി ഓക്സിജൻ നമുക്ക് തരുന്നു. കാർബൺ ഡയോക്സൈഡ് എടുത്തിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു അല്ലേ, അത് നമുക്ക് തരും. നമ്മൾ ആ ഓക്സിജനാണ് സ്വീകരിക്കുന്നത്. നമ്മൾ ഓക്സിജൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? കാർബൺ ഡയോക്സൈഡ് തിരിച്ച് ചെടികൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ചെടികളും മനുഷ്യരും പരസ്പര പൂരകങ്ങളാണ്. ഓക്കെ, രണ്ടുപേരും പരസ്പരം ഇല്ലാതെ രണ്ട് കൂട്ടർക്കും ജീവിക്കാൻ പറ്റില്ല. പക്ഷേ
ചെടികളിലുണ്ടാക്കുന്ന ഭോജനം, ഭക്ഷണം, അതായത് ഇലകളിലുണ്ടാക്കുന്ന ഭോജനം എന്താ ചെയ്യുക? ബനായ ഭോജൻ നീച്ച ജഡോം തക്ക്, താഴെ വേരുകൾ വരെ എത്തിക്കണം അല്ലേ? ചെടികളുടെ ഓരോ ഭാഗത്തും എത്തിക്കണം. ആ ജോലി ചെയ്യുന്നതാരാണ്? ശാഖായെ ഔർത്താന, ശിഖരങ്ങളും അതിൻ്റെ സ്റ്റെമ്മുമാണ്, അതിൻ്റെ തണ്ടുമാണ് കേട്ടോ. അല്ലെങ്കിൽ വലിയ മരങ്ങളാണെങ്കിൽ അതിൻ്റെ തടിയുമാണ്. ഏഹി ജഡോം ദ്വാര ചൂസെ ഗയെ ഖനിജ അവർ പാനിക്കോ പത്തും തക്ക് പहुंचाते हैं. അത് ഈ ഇലകളിലുണ്ടാക്കുന്ന ഭോജനം ചെടികളുടെ ഓരോ ഭാഗങ്ങളിലും എത്തിക്കുക എന്നത് മാത്രമല്ല ഈ ശിഖരങ്ങളുടെയും തണ്ടിൻ്റെയും ജോലി. അവ വേരുകളിലൂടെ വലിച്ചെടുക്കുന്ന വളവും ലവണങ്ങളും പത്വം തക്ക് പहुंचाते हैं, ഇലകൾ വരെ എത്തിക്കുന്നതും ഈ തണ്ടുകളും ശിഖരങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ തണ്ടുകൾക്കും ശിഖരങ്ങൾക്കും എല്ലാ പാർട്സിനുമുണ്ട് ഓരോ പ്രത്യേക ജോലി. വേരുകൾക്ക് മണ്ണിൽ നിന്ന് വളവും ലവണങ്ങളും വലിച്ചെടുക്കുക എന്ന ജോലിയാണ്. ആ വലിച്ചെടുക്കപ്പെടുന്ന വെള്ളവും ലവണങ്ങളും ഇലകളിൽ വരെ എത്തിക്കേണ്ട ജോലി ആർക്കാണ്? അത് തണ്ടിനും പിന്നെ ഇലകൾ ബ്രാഞ്ചസിനുമാണ്, ശിഖരങ്ങൾക്കുമാണ്. ഇനി ഇലകളിലുണ്ടാക്കുന്ന ഭോജനം, ഇലകളിലുണ്ടാക്കപ്പെടുന്ന ഭോജനം താഴെ വേരുകൾ വരെ, ചെടിയുടെ ഓരോ പാർട്സിലും എത്തണം ഈ ഭോജനം. അതെത്തിക്കുന്ന ജോലിയും ചെയ്യുന്നത് ആരാണ്? അത് ചെയ്യുന്നതും ഈ ശിഖരങ്ങളും പിന്നെ തണ്ടുമാണ്, സ്റ്റെമ്മുമാണ്. ഓക്കെ, അപ്പം ലക്ഷ്മി पत्तों द्वारा बनाया गया भोजन भी जड़ों, शाखाओं और फलों और बीजों के रूप में इकट्ठा होता है. वही तो हम खाते हैं. ലക്ഷ്മി നിനക്കറിയാമോ? പത്വം ദ്വാര ബനായ ഗയ ഭോജൻ, ഇലകളിൽ ഉണ്ടാക്കപ്പെടുന്ന ആ ഭോജനം, ഭക്ഷണം, ഭോജൻ ഭി ജഡോ शाखाओं, फलों और बीजों के रूप में इकट्ठा होता है. വഹി തോ ഹം ഖാത്തെ ഹെ. നമ്മൾ ശാഖാവും എന്ന് പറഞ്ഞാൽ ശിഖരങ്ങൾ, ഫലോ വിത്തുകൾ, പഴങ്ങൾ, और ബീജോ സീഡ്സിൻ്റെ രൂപത്തിലാണ് അവയെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കുക. എന്തിൻ്റെയൊക്കെ രൂപത്തിലാണ്? ശാഖാവും ശിഖരങ്ങളുടെ രൂപത്തിൽ, ഫലവും പഴങ്ങളുടെ രൂപത്തിൽ, ബീജവും വിത്തുകളുടെ രൂപത്തിൽ, ജഡവും വേരുകളുടെ രൂപത്തിലൊക്കെയാണിത് ചെടികൾ സ്വരുക്കൂട്ടി വയ്ക്കുക. തങ്ങളുടെ ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഭോജനം മിച്ചം വരുന്നത് സൂക്ഷിച്ചു വയ്ക്കുന്നത് ഏതൊക്കെ രൂപത്തിലാണ്? ജഡവും വേരുകളുടെ രൂപത്തിൽ, ശാഖാവും ശിഖരങ്ങളുടെ രൂപത്തിൽ, ഫലവും പഴങ്ങളുടെ രൂപത്തിൽ, और ബീജോ വിത്തുകളുടെ രൂപത്തിൽ, ഇക്കട്ട ഹോത്താ ഹെ അവയെല്ലാം സ്വരുക്കൂട്ടി വയ്ക്കുന്നു. വഹി തോ ഹം ഖാത്തെ ഹെ അവയാണ് നമ്മൾ കഴിക്കുന്നത്. ലക്ഷ്മി ക്യാ ഹം ജഡ് ഭി ഖാത്തെ ഹെ, നമ്മൾ വേരും കഴിക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? അമ്മ അരെ വാഹ്, മൂലി, ഗാജർ, ശൽഗം, ചുക്കന്ദർ, ആലു, ശക്കർകാന്ത് പൗധയ്ക്ക് ജഡോം കെ രൂപമേ ഖാത്തെ ഹെ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെടികളുടെ വേരുകളുടെ രൂപത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. എന്താണ്? മൂലി എന്ന് പറഞ്ഞാൽ റാഡിഷ്, ഗാജർ ക്യാരറ്റ്, ശൽഗം ടേണിപ്പ്, ചുക്കന്ദർ ഷുഗർ ബീറ്റ്സ്, ആലു പൊട്ടറ്റോ, ശക്കർകാന്ത് സ്വീറ്റ് പൊട്ടറ്റോ, പൗധയ്ക്ക് ജഡം ഈ പറയുന്ന എല്ലാം ചെടികളുടെ വേര് രൂപത്തിലുള്ളതാണ് നമ്മൾ കഴിക്കുന്നത്. ഇതാണ് വേരുകളിൽ സംരക്ഷിച്ച് വച്ചിരിക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വേരുകൾ നമ്മൾ കഴിക്കുന്ന? മൂലി, ഗാജർ, ശൽഗം, ചുക്കന്ദർ, ആലു, ശക്രകാന്ത്. മൂലി എന്ന് പറഞ്ഞാൽ എന്താണ്? റാഡിഷ്, ഗാജർ ക്യാരറ്റ്, ശൽഗം ടേണിപ്പ്, ചുക്കന്ദർ ഷുഗർ ബീറ്റ്സ്, ആലു പൊട്ടറ്റോ, ശക്രകാന്ത് സ്വീറ്റ് പൊട്ടറ്റോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേരുകളുടെ രൂപത്തിലുള്ളതാണ് കഴിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കപ്പയും വേര് തന്നെയാണ് കേട്ടോ, റൂട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പം ഗന്ന, കമൽ, കക്കടി പൗധയ്ക്ക് തനേക്ക് രൂപത്തെ ഹെ. എന്തൊക്കെയാണ് നമ്മൾ ഗന്ന എന്ന് പറഞ്ഞാൽ കരിമ്പ്, കമൽ കക്കടി ലോട്ടസ് കുക്കുംബർ. കമൽ കക്കടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോട്ടസ് കുക്കുംബർ. പൗധയ്ക്ക് തനേക്ക് രൂപമേ ഖാത്തെ ഹെ. ഇതെല്ലാം ചെടിയുടെ സ്റ്റെമ്മിൻ്റെ രൂപത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. മേത്തി, പാലക്, सरसों, ചൗലായി ആദി പത്തോം കെ രൂപമേ ഖാത്തെ ഹെ. ഇതൊക്കെ ചീരകളാണ് കേട്ടോ. മേഥി, പാലക്, सरसों,
ചൗലായി ആദി എന്തൊക്കെയാണ്? ചീരകളാണ്. ചീര ഇലകളുടെ രൂപത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. അമ്മ തും ബത്താവോ ലക്ഷ്മി कौन से पौधे के फल सब्जी के रूप में खाते हैं? ലക്ഷ്മി നീ പറയൂ, ഏത് ചെടിയുടെ ഫ്രൂട്ടിനെയാണ് നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കുന്നത്? ലക്ഷ്മി അമ്മ മുझे മൂർഖ് സമജ്തി ഹോ. അമ്മ എന്താ എന്നെ വെറും വിഡ്ഢിയായിട്ടാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? ടൊമാറ്റർ ഘിയ ഡിണ്ട തൊരായി ഭിൻഡി സീതാഫൽ ആദി ഏതൊക്കെയാണ്? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ടിണ്ട, ഘിയ, തൊരൈ, സീതാഫൽ, ഭിൻഡി, ടൊമാറ്റോ. ഇതിൽ പറയുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇമേജസ് ഇവിടെ ചേർക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക ഏതൊക്കെയാണ് പഴങ്ങളായിട്ട് നമ്മൾ കഴിക്കുന്നത്. ടൊമാറ്റർ, ഘിയ, ടിണ്ട, തൊരൈ, ഭിൻഡി, സീതാഫൽ ആദി. ഈ ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ പഴങ്ങളെ പച്ചക്കറികളായിട്ട് ഉപയോഗിച്ച് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലാക്കി വയ്ക്കുക. താങ്ക് യു. അമ്മ ശബാഷ് तो बीज भी बता दो हम किन किन पौधों के खाते हैं. വെരി ഗുഡ്. ഓക്കെ, നീ ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി പറയൂ, ഏതൊക്കെ ചെടികളുടെ വിത്തുകളാണ് നമ്മൾ കഴിക്കുന്നതെന്ന് കൂടി പറയൂ. ലക്ഷ്മി അമ്മ ദാലോ പൗധോം കെ ബീജ് ഹി ഹോത്തേ. ദാലോം എന്ന് പറഞ്ഞാൽ പരിപ്പുകളും ചെടികളുടെ വിത്തുകൾ തന്നെയാണ്. മട്ട്, ലോബിയ, സേം ആദി ബി ബീജ് ഹേ. ലോബിയ എന്നാൽ പയർ, ഇതും ഒരു വിത്താണ്. ഓക്കെ, അപ്പോൾ തോ ആ കയാന സമझ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഹമാര ജീവൻ പേട് പൗധോം പർ ഭി ആശ്രിത് ഹേ. നമ്മുടെ ജീവിതം മരങ്ങളെയും ചെടികളെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. വേ ഹമാരി ദേഖ്ഭാൽ കർത്തേ ഹേ. അവ നമ്മളെ സംരക്ഷിക്കുന്നു. ഇസ്ലിയെ ഹമേ ഭി പേട് പൗധോം കി ദേഖ്ഭാൽ കർണി ചാഹിയെ. നമ്മളും മരങ്ങളെയും ചെടികളെയും സംരക്ഷിക്കണം. അപ്പോൾ तो आ गया ना समझ में. हमारा जीवन पेड़ पौधों पर भी आश्रित है. वे हमारी देखभाल करते हैं. इसलिए हमें भी तो पेड़ पौधों की देखभाल करनी चाहिए. മരങ്ങളും ചെടികളെയും നമ്മളെ സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മളും അവയെ സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. അമ്മ ചലോ ബഹുത്ത് ദേർ ഹോഗി. വരൂ, ഒരുപാട് സമയമായി. അപ്പോൾ അന്തർ ചലെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവർ ഖാന ഖാവോ. വന്ന ഭക്ഷണം കഴിക്കുക. സബ് അന്തർ ചലത്തെ ഹേ. എല്ലാവരും അകത്തേക്ക് പോകുന്നു, വീടിനകത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. മരങ്ങളെക്കുറിച്ചും ചെടികളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കി പഠിക്കുക നന്നായിട്ട് പാഠം. ഓക്കെ, താങ്ക് യു.